നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിലടക്കം ഭരണം പിടിച്ചതോടെ ബോർഡറുകൾ അല്ലെങ്കിൽ അതിർത്തികൾ ശക്തമാക്കാൻ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബംഗ്ലാദേശുമായും നേപ്പാളുമായും ഭൂട്ടാനുമായും അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനമാണ്. അസം, ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങൾ തൊട്ടടുത്തുണ്ട്. എന്നാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ BJP ഭരണം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുകയാണ്. ദില്ലിയിൽ നടന്ന BSFൻ്റെ ഒരു പരിപാടിക്കിടയിലാണ് ഈ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തൽ നടത്തിയത്. അസം, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ അന്താരാഷ്ട്ര അതിർത്തികൾ ഏതാണ്ട് 6000 കിലോമീറ്ററോളം ദൈർഘ്യം വരും. ഈ അന്താരാഷ്ട്ര അതിർത്തികൾ സ്മാർട്ട് അതിർത്തി മാനേജ്മെൻറ്റിലേക്ക് പോകാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഈ അതിർത്തി പ്രദേശങ്ങളിലുടനീളം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തി രക്ഷാസേനയായ BSFൻ്റെ ജോലിഭാരം കുറയ്ക്കുക എന്നതാണ് ഉദ്ദേശം. മാത്രമല്ല, ഇനി ഒരാൾ പോലും അല്ലെങ്കിൽ ഒരാളുടെ ദൃഷ്ടി പോലും അതിർത്തി കടന്ന് അനധികൃതമായി ഇന്ത്യൻ മണ്ണിലേക്ക് വീഴരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഡ്രോണുകൾ, റഡാറുകൾ, അതോടൊപ്പം തന്നെ മോഡേൺ ക്യാമറകൾ, ആധുനിക സംവിധാനങ്ങളുള്ള AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള ക്യാമറകൾ, ഇതെല്ലാം അതിർത്തി പ്രദേശത്ത് വിന്യസിക്കും. ഇങ്ങനെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അതിർത്തികൾ കൂടുതൽ സുദൃഢമാക്കുക, അവിടെ ഒരു ഈച്ച പോലും കേന്ദ്ര സർക്കാർ അറിയാതെ അല്ലെങ്കിൽ സുരക്ഷാ സേന അറിയാതെ അനങ്ങുന്നില്ല എന്നുറപ്പു വരുത്താനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശ്രമം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉടനടി അസം, ത്രിപുര, ബംഗ്ലാദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളുടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ വിന്യസിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തീരുമാനം. പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെയും അതിർത്തികൾ ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ വേലി കെട്ടിത്തിരിച്ച് അതിലൂടെ ഒരാൾക്കും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹസം കാട്ടിയാൽ അത് കൃത്യമായി നിരീക്ഷിക്കാനും അത് തടയാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഉടൻ വിന്യസിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. ആഭ്യന്തരമന്ത്രി പറയുന്നത്, നമ്മളിപ്പോൾ നക്സൽ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം അത് കൈവരിച്ചതേയുള്ളൂ. അതുകൊണ്ട് അടുത്ത നമ്മുടെ ലക്ഷ്യം അത് ഈ നുഴഞ്ഞുകയറ്റമില്ലാത്ത അതിർത്തികൾ എന്നാണ്. പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പ്രശ്നബാധിത അതിർത്തി പ്രദേശങ്ങൾ അത് കൃത്യമായി തന്നെ അതുവഴി ആരും നുഴഞ്ഞുകയറുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഇപ്പോൾ അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തികൾ ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ സുരക്ഷിതമാണ്. അതുവഴി നുഴഞ്ഞുകയറ്റം ഇപ്പോൾ ഏതാണ്ട് അപ്രാപ്യമാണ് എന്ന് തന്നെ പറയാം. അത് അങ്ങനെ നടക്കാൻ സാധിക്കാത്തതാണ്. അതിനുള്ള ശ്രമങ്ങളെല്ലാം ഇപ്പോൾ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ തടഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഏറിയ കൂറും തുറന്ന അതിർത്തികളാണ്. അത് വേലികെട്ടി തിരിച്ചിരുന്നില്ല. അതുകൊണ്ട് അതുവഴി ആർക്ക് വേണമെങ്കിലും അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് അനധികൃത ബംഗ്ലാദേശികൾ രാജ്യത്തിനകത്തേക്ക് കടന്നുകൂടിയത്. മുൻകാല സംസ്ഥാന സർക്കാരുകൾ ഈ നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഈ നുഴഞ്ഞുകയറ്റം തടയാനുള്ള സൈന്യത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം തുരങ്കം വെച്ചുകൊണ്ടിരുന്നു. കാരണം മമതാ സർക്കാർ കഴിഞ്ഞ 15 വർഷം ഈ അതിർത്തികൾ വേലികെട്ടിത്തിരിക്കാനുള്ള ഭൂമി കൈമാറണമെന്ന് BSF ആവശ്യപ്പെട്ടിട്ട് അതിനുള്ള അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 600 ഏക്കർ അതിർത്തി ഭൂമി ഇപ്പോൾ സൈന്യത്തിന് BSFന് കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അടുത്ത 45 ദിവസത്തിനുള്ളിൽ നിയമ നൂലാമാലകൾ തീർത്ത് ബംഗാൾ സർക്കാർ ഈ BSFന് ഭൂമി കൈമാറും. അതിനുശേഷം ഉടൻ തന്നെ വേലി കെട്ടിത്തിരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഈ സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്മാർട്ട് ബോർഡർ മാനേജ്മെൻറ്റ് പ്രാബല്യത്തിൽ വരിക. ഇത് വരുന്നതോടുകൂടി ബംഗ്ലാദേശ് അതിർത്തിയിലും ആർക്കും നുഴഞ്ഞു കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ആരുടെയും ദൃഷ്ടി പോലും ഈ ഇന്ത്യൻ മണ്ണിലേക്ക് അനധികൃതമായി കടന്നു വരാൻ അനുവദിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാകും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളിൽ ഇനി ഭാരതം ഉയർത്താൻ പോകുന്നത്. മാത്രമല്ല, ഇത് നമ്മുടെ അടുത്ത ലക്ഷ്യം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന രീതിയിൽ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2019 അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റത്. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ജമ്മു കശ്മീരിനെ ഇസ്ലാമിക ഭീകരവാദത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. അത് ഏതാണ്ട് ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ്. ജമ്മു കശ്മീരിൽ ജനജീവിതം ഇപ്പോൾ
ഇപ്പോൾ സാധാരണ നിലയിലായിട്ടുണ്ട്. അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന കശ്മീരി പണ്ഡിറ്റുകളടക്കം ഇപ്പോൾ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ പല ഇടത്തും ഈ അടുത്ത കാലത്തായി നടന്നിട്ടുണ്ട്. പക്ഷേ അതും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഗൗരവമായി എടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. ഈ സാഹചര്യത്തിൽ അമിത്ഷാ തൻ്റെ രണ്ടാം ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ്ട് 5 പതിറ്റാണ്ടുകളായി രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ ചുവപ്പ് ഭീകരവാദം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നിരപരാധികളായ ജനങ്ങളെയും നിരപരാധികളായ നമ്മുടെ സുരക്ഷാ സൈനികരെയുമാണ് ഈ പറയുന്ന ചുവപ്പൻ ഭീകരവാദികളും മാവോയിസ്റ്റുകളും ചേർന്ന് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവർ നമ്മുടെ വികസനത്തെ പല സംസ്ഥാനങ്ങളിലും തടസ്സപ്പെടുത്തി. ഇത് ഇല്ലാതാക്കി മാവോയിസ്റ്റ് വിരുദ്ധ ഭാരതം രചിക്കും, 2026 തന്നെ അതുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹം പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ചുവപ്പ് ഭീകരതയെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കി. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ഉദ്യമങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച ചരിത്രമുള്ള അതേ അമിത്ഷാ തന്നെയാണ് ഇപ്പോൾ 3ാമത്തെ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ അതിർത്തിയായാലും ബംഗ്ലാദേശ് അതിർത്തിയായാലും ആ അതിർത്തികൾ ഉടൻ തന്നെ സുരക്ഷിതമാക്കുക. അതുവഴി ഇങ്ങോട്ടൊരുത്തൻ്റെയും നോട്ടം പോലും കടന്നു വരരുത്. അത് അങ്ങനെ സാധിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുക. അതിന് സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിക്കുക എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയിരിക്കുന്നത്. ബംഗാളിലും ത്രിപുരയിലും ആസാമിലും BJP അധികാരത്തിൽ വന്നതോടുകൂടി അത് എളുപ്പമായി മാറുകയാണ്. സംസ്ഥാന സർക്കാരുകളുടെ ഒരു പോളിസി മാറ്ററായും ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്.